السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഖബറിലെ ചോദ്യം. ആ ഖബറിലുള്ള ചോദ്യത്തിൽ നിന്നും വിടുതി നൽകപ്പെട്ട, അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 7 വിഭാഗം ജനങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ മരിച്ചു, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പരിപാലനം ഒക്കെ ചെയ്തു കഴിഞ്ഞ് ശേഷം നാം ആ മയ്യത്തിനെ ഖബറടക്കാറുണ്ടല്ലോ. അങ്ങനെ ഖബറടക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും അല്ലെങ്കിൽ തലയുടെ ഭാഗത്തിരുന്നും കൊണ്ട് അദ്ദേഹത്തിന് തൽക്കീന് ചൊല്ലിക്കൊടുക്കുന്നത്, തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നത് നാം സാധാരണ കാണാറുണ്ട്. ഇത് പരിശുദ്ധമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു യാഥാർത്ഥ്യവും കൂടിയാണ്. ഇതിൻ്റെ ഉദ്ദേശം, മരിച്ച് ഖബറിൽ അദ്ദേഹത്തെ വെച്ചു കഴിഞ്ഞാൽ അവിടെ മുൻകർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ വരികയും അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ, മൻ റബ്ബുക ഒമൻ നബിയുക തുടങ്ങിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് വളരെ പ്രയാസവും വെപ്രാളവും ഭയവും നിറഞ്ഞ ആ സമയത്ത് അദ്ദേഹത്തിന് അതിൻ്റെ കൃത്യമായ മറുപടി കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഖബറിൻ്റെ മുകളിലുള്ള ആളുകൾ, അദ്ദേഹത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ജനങ്ങൾ അദ്ദേഹത്തിന് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ഈ തൽഖീൻ്റെ ഉദ്ദേശം, അതുപോലെ തസ്ബീത്തിൻ്റെയും. ഏതായാലും ഖബറിൽ ചോദ്യമുണ്ട് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ നിന്നും 7 വിഭാഗം ജനങ്ങളെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഖബറിൽ ചോദ്യമില്ല, അവർക്കതിൽ നിന്നും മോചനം നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള 7 വിഭാഗം ആളുകൾ ആരൊക്കെയാണ് എന്നതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. മഹാന്മാർ പറയുകയാണ്, വസ്തസ്നി ജംഅൻ മാലഹും സുആലു ഖാസീസതൻ മന്ന ബിഹൽ മിഫ്ളാലു. വസ്തസ്നി ജംഅൻ, ഒരു വിഭാഗം ആളുകളെ നീ ഒഴിവായിക്കോ. മാലഹും സുആലു, അവർക്ക് ഖബറിൽ ചോദ്യമില്ല. എന്തേ കാരണം? ഖസീസതൻ, അതൊരു പ്രത്യേകതയാണ്, അവർക്ക് അല്ലാഹു നൽകിയ പ്രത്യേകതയാണ്. മന്ന ബിഹൽ മിഫ്ളാലു, ഒരുപാട് ഔദാര്യങ്ങളും റഹ്മത്തും കരുണയും ചൊരിയുന്ന, അധികം ചൊരിഞ്ഞു കൊടുക്കുന്ന റബ്ബ് അവർക്ക് ചെയ്ത ഒരു അനുഗ്രഹമാണത്. അങ്ങനെയുള്ള 7 വിഭാഗം ആളുകളുണ്ട്. ആരാണ് അവർ? അലവ്വലു ഷാഹിദു ഐ മൻ യുഖ്തലു നസ്വൻ നബിയ്യു ബിഅന്നഹു ലാ യുസ്അലൂ. ഇവരിൽ ഒന്നാമത്തെയാൾ അഷ്ഷഹീദു, രക്തസാക്ഷിയാണ്. ഐ മൻ യുഖ്തലു, അതായത് ഇസ്ലാമികമായ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി ശത്രുക്കളോട്, ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് കലിമത്തു തൗഹീദിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശത്രുക്കളോട് പോരാടി പൊരുതി മരിക്കുന്നവനാണ് ഈ ഷഹീദ്. അത്തരം ആളുകൾക്ക്, ശുഹദാക്കൾക്ക്, രക്തസാക്ഷികൾക്ക് ഖബറിൽ ചോദ്യമില്ല എന്നത് ഹദീസ് കൊണ്ട് വ്യക്തമായ കാര്യമാണ്. നബി തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചൊരു വിഷയമാണ്. ഇവരാണ് ഒന്നാമത്തെ വിഭാഗം. എന്നാൽ രണ്ടാമത്തെയോ, സാനില്ലദീന യുസ്അലുൽ മുറാബിതു റവല്ല ഹദീസ ബിദാകല്ലാബിതു. രണ്ടാമത്തെ വിഭാഗം ഈ ശുഹദാക്കളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതായത് മുറാബിത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി, അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങൾ, അതിനു വേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്തും കൊണ്ട് യുദ്ധത്തെ പ്രതീക്ഷിച്ച് എപ്പോഴാണ് യുദ്ധത്തിനുള്ള വെളിയാളം വരുന്നത് എന്നിങ്ങനെ കാത്തു നിൽക്കുന്ന, അതിനുവേണ്ടി പൂർണ്ണമായി സജ്ജരായി നിൽക്കുന്നവരാണ് മുറാബിത്ത്. ഇവരും ശുഹദാക്കളോട് ചേർക്കപ്പെടുന്നവരാണ്. ഇവർക്കും ഖബറിൽ ചോദ്യമില്ല എന്നത് വ്യക്തമായ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് എന്നാണ് മഹാൻ പറയുന്നത്. എന്നാൽ മൂന്നാമത്തെ വിഭാഗം അസാലിസുൽ മത്ഊനു ഹീന ഉൽഖ ബിശുഹദായി ഫി ഹദീസിൻ സുദ്ദിഖാ. മൂന്നാമത്തെയാൾ അൽ മത്ഊനു, ത്വാഊൻ, പ്ലേഗ് രോഗം കൊണ്ട് മരിച്ച മനുഷ്യൻ.
പ്ലേഗ് രോഗം കൊണ്ട് മരിച്ച മനുഷ്യൻ അവരെ ഹീന ഉല്ലിക ബിശുഹദായി അവരെയും ശുഹദാക്കളോട് രക്തസാക്ഷികളോട് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഫി ഹദീസിൻ സുദ്ദിഖ സത്യസന്ധമായ സ്വഹീഹായ ഹദീസുകളിൽ ഈ മത്ഊൻ പ്ലേഗ് രോഗം പോലെയുള്ളത് ബാധിച്ച് മരിച്ച ജനങ്ങളെ അവരും ശുഹദാക്കളാണ്, ശുഹദാക്കളെ കൂട്ടത്തിൽ അവർ പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകൾക്കും ഖബറിൽ ചോദ്യമില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ മത്ഊൻ എന്നുള്ള ഉദ്ദേശം? പ്ലേഗ് രോഗം ബാധിച്ച് മരിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മത്ഊൻ പ്ലേഗ് രോഗം ബാധിച്ചവൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള മുഖത്തല അതിൻ്റെ ഉദ്ദേശം കേവലം പ്ലേഗ് രോഗം വന്ന് അത് ബാധിച്ച് മരിച്ച മനുഷ്യൻ മാത്രമല്ല, കുല്ലു അഹിൻ എല്ലാ ആളുകളും അതിൽപ്പെടും. ഷഹാദത്തൻ ബിഹി ഹുബി ആ രക്തസാക്ഷികളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ രക്തസാക്ഷികളെ പോലെയുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചും കൊണ്ട് മരിക്കുന്നതായിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ആളുകളും അതിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കേവലം മത്ഊൻ പ്ലേഗ് രോഗം ബാധിച്ചവൻ മാത്രമല്ല, അവനെപ്പോലെയുള്ള ഒരുപാട് ആളുകളെ ഇതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ഷഹീദ് എന്ന് പറഞ്ഞാൽ 3 വിഭാഗമായിട്ടാണ് പണ്ഡിതന്മാർ നമുക്ക് അവരെ പഠിപ്പിക്കുന്നത്. ഒന്ന് ഷഹീദും ഫിദ്ദുന്യാ വൽ ആഖിറ, ദുനിയാവിലും അവർ ഷഹീദാണ്, ആഖിറത്തിലും ഷഹീദാണ്. അതാണ് നാം നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച ആളുകൾ, മഹാന്മാരായ ബദരീങ്ങൾ, ഉഹുദീങ്ങൾ പോലെയുള്ള മഹത്തുക്കളായ ആ ആളുകൾ. അതുപോലെയുള്ള ഇസ്ലാമിക യുദ്ധത്തിൽ ശത്രുക്കളോട് പോരാടി മരിക്കുന്ന മനുഷ്യൻ, അവർ ദുനിയാവിലും ആഖിറത്തിലും എന്താണ്? ശുഹദാക്കളാണ്. അതേപോലെ തന്നെയാണ് പിന്നെ ഷഹീദും ഫിദ്ദുനിയ, ദുനിയാവിൽ മാത്രം അവർ ഷഹീദായി കണക്കാക്കും, എന്നാൽ ആഖിറത്തിൽ അവർ ഷഹീദല്ല. അവരാരാ? അവർ ഇതേപോലെ ഇസ്ലാമിക യുദ്ധത്തിൽ പങ്കെടുത്തു മരിക്കുന്നവരാണ്. പക്ഷേ അവർ യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ ധീരതയും തൻ്റെ ധൈര്യവും തൻ്റെ ഷജാഅത്ത് ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയും ലോകമാന്യത്തിന് വേണ്ടിയിട്ടുമാണ്. ഞാൻ വലിയ യോദ്ധാവാണ്, ഞാൻ വലിയ ധൈര്യശാലിയാണ്, ജനങ്ങളൊക്കെ അറിയട്ടെ എന്ന ഉദ്ദേശത്തോടെ യുദ്ധം ചെയ്ത് മരിക്കുന്നവൻ അവൻ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ പിന്നെന്താണ്? അവൻ ഷഹീദാണ്. പക്ഷേ അത് ദുനിയാവിൽ മാത്രമാണ്. അവൻ്റെ നിയ്യത്ത് ശുദ്ധമല്ലാത്തത് കൊണ്ട് ആഖിറത്തിൽ അവനിക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകപ്പെടുകയില്ല, ശുഹദാക്കളെ കൂട്ടത്തിൽ അവനെ പെടുത്തുകയില്ല. ഇതാണ് രണ്ടാമത്തെ ഷഹീദ്. എന്നാൽ മൂന്നാമത്തെ ഷഹീദാരാ? ഷഹീദും ഫിൽ ആഖിറ, ആഖിറത്തിൽ അവർ ശുഹദാക്കളാണ്, ദുനിയാവിൽ അവർ ഷഹീദായി കണക്ക് കൂട്ടൂല. ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് നേരത്തെ പറഞ്ഞ പ്ലേഗ് പോലെയുള്ള മാരകമായ രോഗം ബാധിച്ചു മരിക്കുന്ന മനുഷ്യൻ. അതുപോലെ തന്നെ മബുത്തൂൻ, പള്ള സംബന്ധമായ വയറുവേദന പോലെയുള്ളത് ബാധിച്ച് അല്ലെങ്കിൽ അതിലൂടെ മരിക്കുന്ന മനുഷ്യൻ. അതുപോലെ ഗരീഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ. സ്വാഹിബുൽ ഹദും, കെട്ടിടങ്ങൾ ബിൽഡിംഗ് പോലത്തത് മറിഞ്ഞു വീണ് അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചു പോകുന്ന ആളുകൾ. ഹരീഖ്, അതുപോലെ തീപിടുത്തത്തിൽ തീയിൽ വെന്തുരുകി മരിക്കുന്ന മനുഷ്യർ. അതുപോലെ ദാത്തുൽ ജംബ്, പക്ഷവാതം പോലെയുള്ള വാദസംബന്ധമായ രോഗങ്ങളെ കൊണ്ട് മരിക്കുന്ന ആളുകൾ. അതുപോലെ മൻ ഖുതില ദൂന മാലിഹി വ ദൂന ദമിഹി, തൻ്റെ മുതലിനെ സംരക്ഷിക്കാൻ വേണ്ടിയും തൻ്റെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി അക്രമികളോട് പോരാടി മരിക്കുന്ന ആളുകൾ. മുതലിനെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നു, അക്രമികൾ വന്നു. അതുപോലെ തനിക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടി പിന്നെ ശത്രുക്കൾ വന്നപ്പോൾ അവനെ എതിർത്തും കൊണ്ട് അവനോട് പോരാടി മരിച്ചു പോകുന്ന ആളുകൾ, അവർ ആഖിറത്തിൽ ശുഹദാക്കളാണ്. അപ്പോൾ ഇത്തരം ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരെ ആഖിറത്തിൽ ഷഹീദിൻ്റെ പട്ടികകൾ അവരെ ഉൾപ്പെടുത്തും. അപ്പോൾ അവർക്ക് ശുഹദാക്കളുടെ കൂലിയാണ്. അപ്പോൾ അവർക്കും എന്തില്ല? അവർ ശുഹദാക്കളോട് ചേർക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന എന്ന ഹശ്ർ സൂറത്തിൽ അവസാനത്തെ ആയത്തുകൾ ഇതൊരാൾ നിത്യമായി ഓതുകയാണെങ്കിൽ അവരെയും ശുഹദാക്കളെ ഗണത്തിൽ പെടുത്തുമെന്ന, അവർക്കും ഖബറിൽ ചോദ്യമില്ല എന്നാണ്. അതുപോലെ മൻ ദാമൽ ഉളൂഅ, നിത്യവും ഉളൂ പതിവാക്കുന്ന ആളുകൾ, ഒരിക്കലും ഉളൂ മുറിയാതെ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യൻ. അതുപോലെ മൻ ദാമൽ ദുഹാ നിസ്കാരം നിത്യമാക്കുന്നവൻ. മൻ ദാമൽ വിത്ര നിസ്കാരം നിത്യമാക്കുന്നവൻ. ഇവരൊക്കെയും
ശുഹദാക്കളുടെ ഗണത്തിൽ അവരെ പെടുത്തും. അതുകൊണ്ട് തന്നെ ശുഹദാക്കൾക്ക് ഖബറിൽ ചോദ്യമില്ലാത്തതുപോലെ ഈ പറയപ്പെട്ട ആളുകൾക്കും ഖബറിൽ ചോദ്യമില്ല എന്നത് ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തദ്കിറത്തുൽ ഖുർത്തുബി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാം. ഇവർക്കൊന്നും ഖബറിൽ ചോദ്യമില്ല എന്നതാണ്. അതുപോലെ തന്നെ ഇനി നാലാമത്തെ വിഭാഗമാരാ അറാബിഉ സിദ്ദീഖു ദുൽ ഉറൂഫി നസ്വ അലൈഹിൽ ഖുർതുബി വതുർമുദി. നാലാമത്തെ വിഭാഗം, ഖബറിൽ ചോദ്യമില്ലാത്ത നാലാമത്തെ വിഭാഗം അസ്സുദ്ദീഖ്, സുദ്ദീഖീങ്ങൾ. സുദ്ദീഖ് എന്ന് പറയപ്പെടുന്ന ഉന്നതമായ പദവി, അമ്പിയാക്കളൊക്കെ ഇച്ചാൽ കിട്ടുന്ന വലിയ ഒരു പദവി. ആ പദവിയിൽ നിൽക്കുന്ന ആളുകൾക്കും ഖബറിൽ ചോദ്യമില്ല എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇമാം തുർമുദി തങ്ങൾ, ഖുർതുബി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വിശദീകരിച്ചതായി കാണാം. ഇനി അഞ്ചാമത്തെ വിഭാഗം അൽഖാമിസുല്ലതു ഫാലുദൂനൽ ഹിൻതി ഫീ അർജഹിൽ ഖൗലൈനി വജസിമൻ നസഫീ. അഞ്ചാമത്തെ വിഭാഗം പ്രായപൂർത്തിയെത്താത്ത മക്കൾ, ചെറിയ ചെറിയ മക്കൾ മരിച്ചു പോയാൽ ആ മക്കൾക്ക് ഖബറിൽ ചോദ്യമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ മക്കൾ, ആവാത്ത മക്കൾ മരിച്ചാൽ അവർക്ക് തൽക്കീൻ ഓതി കൊടുക്കേണ്ടതില്ല, തൽക്കീൻ സുന്നത്തില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ഖബറിൽ ചോദ്യമില്ലാത്തത് കൊണ്ട്. ഇമാം നസഫി തങ്ങൾ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മക്കൾക്കും ഖബറിൽ ചോദ്യമില്ല. ഇതാണ് അഞ്ചാമത്തെ വിഭാഗം. ഇനി ആറാമത്തെ വിഭാഗം അസാദിസുൽ മയ്യിതു യൗമൽ ജുമുഅ ഔ ലൈലത്തിൻ ലിസുന്നതി മുർതഫിഅ. ആറാമത്തെ വിഭാഗം, ഖബറിൽ ചോദ്യമില്ലാത്ത ആറാമത്തെ വിഭാഗം വെള്ളിയാഴ്ച പകലിലോ രാത്രിയിലോ മരിച്ചു പോകുന്ന ആളുകൾ. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ പകലിൽ മരിക്കുക എന്ന വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ രണ്ട് വിഭാഗമായിട്ടുണ്ട്. വെള്ളിയാഴ്ച മരിക്കുന്ന ആളുകൾ, അവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് ഖബറിൽ ചോദ്യമേ ഇല്ല എന്നാണോ, അതല്ല ചോദ്യത്തിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അവർക്കില്ലേ എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യും. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അവർക്ക് തീരെ ഖബറിൽ ചോദ്യമേ ഇല്ല എന്നുള്ളതാണ്. ഈ പറയപ്പെട്ട മറ്റു വിഭാഗത്തെ പോലെ വെള്ളിയാഴ്ച രാത്രിയോ പകലിലോ മരിച്ചാൽ അവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നതെങ്കിൽ, മറ്റൊരു വിഭാഗം പറയുന്നത് ചോദ്യമൊക്കെ ഉണ്ട്, ചോദ്യം അവർക്കുണ്ട്, പക്ഷേ ആ ചോദ്യത്തിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ അദാബുകൾ അവർക്കില്ല. എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടികൾ അല്ലാഹു തആല അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും. അതുവഴി അവർക്ക് കൃത്യമായ മറുപടി പറയുകയും അതിലൂടെ ഖബറിൻ്റെ അദാബിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ മരിച്ചാൽ ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാം. അത് വലിയൊരു ഫضലാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അതേപോലെ തന്നെ ഏഴാമത്തെ വിഭാഗമായും കൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നത്, ഏഴാമത്തെ വിഭാഗം ഖബറിൽ ചോദ്യമില്ലാത്ത ഏഴാമത്തെ വിഭാഗം അസ്സാബിഉൽ ഖാരിഉ കുല്ലാ ലൈല തബാറകൽ മുൽകു യുരീദൂന ഇലാ. ഏഴാമത്തെ വിഭാഗം നിത്യവും തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് പതിവായി രാത്രി സമയങ്ങളിൽ ഓതുന്ന ആളുകൾ, രാത്രി തബാറക സൂറത്ത് ഓതുന്ന ആളുകൾ, അവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഖബറിൽ ചോദ്യമില്ല എന്ന ആ ഒരു മഹത്തായ ഫള്, ആ ഒരു കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ നിത്യമായും കൊണ്ട് രാത്രി സമയങ്ങളിൽ മുൽക്ക് സൂറത്ത് പാരായണം ചെയ്താൽ അവർക്ക് ഖബറിൽ ചോദ്യമുണ്ടാവില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് മുൽക്ക് സൂറത്ത് ഓതുന്നവർക്ക് ഒരുപാട് പ്രതിഫലം പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖബറിൻ്റെ അദാബിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഖബറിൽ അവർക്കൊരു തുണയായും കൊണ്ട്, ഖബറിൽ അവർക്കൊരു കാവലായും കൊണ്ട് അത് പ്രത്യേകമായ ഒരു രൂപത്തിൽ ആ മുൽക്കു സൂറത്ത് വരികയും ഇവനിക്ക് വേണ്ടി, ഇവൻ വല്ല പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും അകപ്പെടുകയാണെങ്കിൽ ഇവനിക്ക് വേണ്ടി വാദിക്കാൻ ഖബറിൽ മുൽക്കു സൂറത്ത് എത്തുമെന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും രാത്രികളിൽ ഒഴിവാവാതെ ഒരു ദിവസവും മുടങ്ങാതെ മുൽക്കു സൂറത്ത് പാരായണം ചെയ്യണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അതിൻ്റെ ഫള് അള്ളാഹു, അതിൻ്റെ പ്രതിഫലം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കുന്ന, ഈമാനോട് കൂടി ആഖിബത്ത് നന്നായി കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.